ശ്രീ ടി പി ജയചന്ദ്രൻ ഇപ്പോൾ അരുൺകുമാർ ഇവിടെ പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ കെയർടേക്കർ ഗവർണർ ശ്രമിക്കുകയാണ്. കെയർടേക്കർ ഗവർണർ എന്നുള്ളതിന് എന്തോ കുറഞ്ഞ കാര്യം പോലെയാണ് അദ്ദേഹം പറഞ്ഞത്, പിന്നെ പാർട്ടി സെക്രട്ടറി അടക്കം പറഞ്ഞത്. പക്ഷേ അതേ കെയർടേക്കർ ഗവർണറുടെ അടുത്താണ് ഓർഡിനൻസ് ഒപ്പിടിക്കാൻ ഇപ്പോഴും പോകുന്നതെന്നുള്ള വസ്തുതയുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ പ്രീതി പിടിച്ചുപറ്റാനുള്ള ശ്രമമാണ് കേരള ഗവർണർ നടത്തുന്നത് എന്നാണ് ആക്ഷേപം. ഇനി പറ, ഞാൻ കേൾക്കട്ടെ. അഡ്വക്കേറ്റ് അരുൺകുമാർ വലിയ വക്കീലാണ്. അദ്ദേഹം ഭരണകക്ഷിയുടെ പ്രതിനിധിയായിട്ടാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം ചില്ലറക്കാരനല്ല എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിൽ കൂടുതൽ വിശദീകരിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്. പക്ഷേ ഞാൻ പഠിച്ചിടത്തോളം മിസ്റ്റർ അരുൺകുമാർ ഒരു കെയർടേക്കർ ഗവർണർക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ എന്തെങ്കിലും പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ഇനി ഗോവിന്ദമാഷ് പറയുന്നതാണോ ഇന്ത്യൻ ഭരണഘടനയെങ്കിൽ ഞാൻ താങ്കൾക്ക് കൂടുന്നു. പിന്നെ രണ്ടാമത് താങ്കൾ പറഞ്ഞു അദ്ദേഹം മത്സരിക്കാനോ സ്ഥാനം കിട്ടാനോ ഒക്കെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് എന്ന്. താങ്കൾക്ക് എവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. പിന്നെ പലപ്പോഴും അതിനൊക്കെ ഒരുപാട് വഴിവിട്ട കളികൾ കളിച്ച ആളുകൾക്ക് അത് പറയുമ്പോൾ നമ്മളത് അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അങ്ങനെ മത്സരിക്കാനും മാധ്യമങ്ങളിലുമൊക്കെ പലതരം കളികൾ കളിച്ചവർ അതിൽ അറിയാവുന്നവർ പറയുമ്പോൾ നമ്മളതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പിന്നെ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് കൊടുക്കേണ്ടത് എന്നാണ്. മിസ്റ്റർ അരുൺകുമാർ, അങ്ങനെ ഒരു ആർട്ടിക്കിൾ പ്രകാരം കേരളത്തിലെ മുഖ്യമന്ത്രി കൊടുക്കേണ്ടതില്ലെങ്കിൽ താങ്കൾ തന്നെ പറയുന്നു അദ്ദേഹം ഇപ്പോൾ ഇതിന് മറുപടി കൊടുത്തു എന്ന്. ഇങ്ങനെ കൊടുക്കേണ്ടാത്ത ഒരു കാര്യത്തിന് എന്തിനാണ് മുഖ്യമന്ത്രി പോയി കൊടുത്തത്? അപ്പോൾ CPM ആഫീസിലെ ക്യാപ്സൂൾ പ്രകാരമല്ല ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയിലെ സംവിധാനങ്ങളും. അതുപ്രകാരമല്ല പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായതും അതുപ്രകാരമല്ല കേരളത്തിലെ ഗവർണറായിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മൾ നിയന്ത്രിക്കുന്നതും. അതിന് നിദാനമായ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ കാലാകാലങ്ങളെ അതിനനുസരിച്ച് ആർട്ടിക്കിളും നടപടികളും ഉണ്ടാകുന്നു. ആ ആർട്ടിക്കിൾ പ്രകാരം പലപ്പോഴും അതിനനുസരിച്ച് ജീവിക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് 177 താങ്കൾ വായിച്ചു. താങ്കൾക്ക് വേണ്ടതേ താങ്കൾ വായിക്കാറുള്ളൂ. തുടക്കം തന്നെ പറയുന്നത് എന്താണ്? ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദ CM ഓഫ് എവരി സ്റ്റേറ്റ്. എന്താ സാർ അതിൻ്റെ അർത്ഥം? സർക്കാരിൻ്റെ ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് ശമ്പളം പറ്റുകയും ഭക്ഷണം കഴിക്കുകയും യാത്ര ചെയ്യുകയും അധികാരം ചെയ്യുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി, ഇറ്റ് ഇസ് ദ ഡ്യൂട്ടി ഓഫ് ദ ചീഫ് മിനിസ്റ്റർ. ഔദാര്യമല്ല സർ, ഡ്യൂട്ടിയാണ്. അതിൽ പറയുന്നു ഗവർണർ ആവശ്യപ്പെടുന്നത് കൊടുക്കണം. ചട്ടം ചോദിക്കുമ്പോൾ അതേ മുഖ്യമന്ത്രി കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പോൾ എന്താണ് അർത്ഥം? വൈരുദ്ധ്യം ഇവിടെയുണ്ട്. രണ്ടാമത്, പലപ്പോഴും നമുക്ക് പലതും പറഞ്ഞത് പറഞ്ഞില്ല എന്നൊക്കെ പറയാം. പല റെക്കോർഡുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ ആരിഫ് ഡോക്ടർ അല്ല ഒരു മിനിറ്റ്, അദ്ദേഹം പറഞ്ഞ മാതിരിയിൽ ഇവിടെ എന്താ വിഷയം? ഈ രാജ്യത്തിനെതിരായ കുറ്റകൃത്യം നടത്തുന്നവർ കേരളത്തിലുണ്ട്. പിടിക്കേണ്ടത് ഗവർണറാണോ? പിടിക്കേണ്ടത് കസ്റ്റംസ് ആണോ? പോലീസാണോ വീഴ്ച വരുത്തിയത്? വീഴ്ചയാണല്ലോ. പക്ഷേ അൻവറിന് മറുപടി പറയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് പിണറായിക്ക് വേണം. കേരള പോലീസിൻ്റെ വീരകൃത്യം പറയുന്നു, അത് അൻവർ എതിർക്കുന്നതല്ല, മലപ്പുറം ജില്ലയാണ് പറയുന്നത്. എൻ്റെ മുമ്പിലുണ്ട്. ചില ഡോക്യുമെന്റുകൾ അദ്ദേഹം നിഷേധിക്കാൻ പറ്റാത്തതുകൊണ്ട് നിഷേധിക്കുന്നില്ല. ഇനി അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് പറഞ്ഞത് പറഞ്ഞില്ലെന്ന് പറയാൻ. അതാണ് ആരും ചോദിച്ച ചോദ്യം. സർ, കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഒരു സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന് അദ്ദേഹം പറയാത്തൊരു കാര്യം, അദ്ദേഹം നിശ്ചയിച്ചതോ അല്ലാത്തതോ ആയ ഒരു PR ഏജൻസി കൊടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ അരുൺകുമാറെ നിങ്ങളുടെയും എൻ്റെയും മുഖ്യമന്ത്രി അപമാനിക്കലാണ്. അദ്ദേഹത്തെ കലാപത്തിന് പ്രേരിപ്പിച്ച തെറ്റായ വാർത്തയാണ്. ഹിന്ദു നിഷേധിച്ചു പോയില്ലേ എന്ന കാര്യം. ഹിന്ദുവും നിങ്ങളും ഒരേ വികാരമുള്ള ഒരു പത്രമല്ലേ? ഇംഗ്ലീഷ് ദേശാഭിമാനിയാണ് ഹിന്ദു. മാത്രമല്ല നിങ്ങൾ ഒത്തുകളിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഗവർണർ ഒരു കാര്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാനുള്ള ബാധ്യത ഉണ്ടോ ഇല്ലോ എന്നുള്ളത് മാത്രമാണ് വിഷയം. ഗവർണർ ഉന്നയിച്ച മുഖ്യമന്ത്രി തന്നെ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന രാജ്യത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് ഭരണപരമായ കാര്യമല്ല എന്നാണ് സംസ്ഥാന സർക്കാർ നിർവചിക്കുന്നത് ഇപ്പോൾ.